ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ നേരത്തെ അതിൻ്റെ ഒരു ടീസർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് അതിൻ്റെ ട്രെയിലറാണ്. അപ്പോൾ അതിനകത്തൊരു നമുക്ക് അന്ന് ടീസർ വന്നപ്പോഴേ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ചെറിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കഥയാണ് അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഈ ട്രെയിലറിലുണ്ട്. നമുക്കൊന്ന് കണ്ടുനോക്കാം. അതിശക്തമായ മഴയെ തുടർന്ന് കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിലായിട്ടുണ്ട്. മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന സാഹചര്യം. തോമസ് കുട്ടിയുടെ ആത്മാവ് ശാന്തി കിട്ടാതെ അലയുന്നുണ്ടാവും. അതാ അടക്കം നടത്താൻ പറ്റാത്ത. നീ എന്നെ എന്നോട് പറയാഞ്ഞേ? ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാ നിന്നെ സ്നേഹിച്ച. നീ എന്നും എൻ്റെ കൂടെ നിൽക്കണമെന്ന് എൻ്റെ ആഗ്രഹം. 1-2 ദിവസത്തിൽ കൂടുതൽ തോമസ് കുട്ടി അതിൽ കിടത്താൻ പറ്റില്ല. വെള്ളം ഉടനെ ഇറങ്ങും. കുറച്ച് കഴിഞ്ഞാൽ ബോഡി മോശമാകാൻ തുടങ്ങും. എത്ര കാക്കേണ്ടി വന്നാലും ഞങ്ങളുടെ കുടുംബക്കല്ലറയിലെ അവനെ അടക്കാനെ പറ്റുന്നു. കുട്ടനാട്ട് അറിയാലോ, മഴ പെയ്ത് അടുത്ത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ വച്ചേ. നിനക്കിഷ്ടമുള്ളടത്ത് നിനക്ക് പോവാം. എൻ്റെ മോൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം. നിന്റെ കെട്ടിയവന് ഈ തണുത്ത് വിറങ്ങലിച്ച് ഇവിടെ കിടക്കും. കല്യാണം കഴിച്ച എത്ര കെട്ടിയോടാവോ? കൂടെ കൂടെ ഫോൺ കൊടുത്തോണ്ട് പോയി ദൂരെ മാറിയെന്ന് സംസാരിക്കുന്ന ആരോടാ? അച്ഛക്ക് എന്നെ വിശ്വാസമില്ലേ? ഇവിടെ എല്ലാരും അറിഞ്ഞു. നിങ്ങൾ വളർത്തിന്റെ ഗുണമായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇനി ഈ വീട്ടിൽ എന്തൊക്കെ ഉണ്ട് ഞാൻ അറിയാൻ. നീ എന്നോടും എൻ്റെ മോനോടും ചെയ്തതിനേക്കാൾ വലുതല്ല ഇതൊന്നും. നിങ്ങൾ നിങ്ങളുടെ മോനെ അർഹിക്കുന്നുണ്ട്. എനിക്ക് എങ്ങനെ ഇതിനെ കൂട്ടിവെക്കാൻ പറ്റേ? എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കാവുമെന്ന് ഞാൻ കരുതിയില്ല. നല്ലൊരു സ്റ്റോറി. എങ്ങനെ ചെയ്യാൻ തോന്നി എന്നോട് ഇങ്ങനെ? ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു സീരിയസ് സബ്ജക്റ്റാണ് അവരെടുത്തിരിക്കുന്നത് എന്ന് കരുതി അതൊരു മറ്റൊരു രീതിയിൽ കാണേണ്ട കാര്യമില്ല. അതൊരു കുടുംബസമേതം കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഒരു ഫാമിലി എന്ന് പറയുന്നത് തന്നെ എല്ലാവരും ഉൾപ്പെട്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ട് കാണുക. അപ്പോൾ നല്ലൊരു സിനിമയാണിത്. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണുക. ജൂൺ 21-ാം തീയതി ഈ സിനിമ തിയേറ്ററിലെത്തും. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഉർവശിയും പാർവതി തിരുവോത്ത്, അലൻസിയർ തുടങ്ങിയവരെല്ലാം ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സിനിമയായിട്ട് തന്നെ ഇതിനെ കാണാം.